Hello, welcome back to my channel. ഓൾഡ് ജീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഹെയർ ബാൻഡ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻറ്റ്, ജീൻസിൻ്റെ പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ചുറ്റളവ് എടുക്കുക, എന്നിട്ട് അതിനോടൊരു 1 ഇഞ്ച് കൂട്ടിയിടാം. എന്നിട്ട് നമുക്ക് ജീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കാൽഭാഗം ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹെയർ ബാൻഡ് കവർ ചെയ്യാനുള്ള ക്ലോത്താണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ ചുറ്റിയെടുത്തപ്പോൾ 1.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1.5 മാർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ചുറ്റളവ് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിൽ വെച്ചതുപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇനി തായ് ഭാഗത്ത് ഗമ്മ് തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം കൂടുതലുള്ള ക്ലോത്ത് നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി 2 സൈഡും നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം ഓരോ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് മുകളിലേക്കാക്കിയിട്ട് നമുക്ക് 2 സൈഡും ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് കയ്യിലില്ലാത്തവർക്ക് വേറെ ഗമ്മ് യൂസ് ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുമ്പോൾ എളുപ്പം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്.
ഇനി ഈ സൈഡും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചസും വിഡ്ത്ത് 4 ഇഞ്ചും ആണ്. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡ് ഭാഗവും നമ്മളൊരു 1/4 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വേണം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഒരു പിൻ ഉപയോഗിച്ചിട്ടോ ഇത് ഉപയോഗിച്ചിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ഈ പീസിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം സെൻറ്റർ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ആദ്യം. നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇരു സൈഡിലേക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിവിടെ കെട്ടിട്ട് കൊടുക്കാൻ. അതിനനുസരിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ തായ് ഭാഗത്തേക്ക് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തായ് ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉള്ളോട്ടേക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. തായ് ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ ഒട്ടിച്ച് കൊടുത്ത് ഫിനിഷാക്കി എടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ നോട്ടഡ് ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേൾസ് ഒട്ടിച്ചു കൊടുക്കാം. ഭംഗിയാക്കി കൊടുക്കുക.
ഓൾഡ് ജീൻസ് ഉപയോഗിച്ച് നമ്മൾ അടിപൊളി നോട്ടഡ് ഹെയർ ബാൻഡാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.